എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നത്തെ ഐഎസ്എൽ മത്സരത്തിൽ പഞ്ചാബ് എഫ്സിയും അതുപോലെ തന്നെ എഫ്സി ഗോവയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. ഇന്ന് വിജയിച്ചാൽ മാത്രമേ ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു പ്ലേ ഓഫ് സാധ്യത പഞ്ചാബിന് വെച്ച് പുലർത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഒരു പരാജയമാണ് ഇപ്പോൾ പഞ്ചാബ് എഫ്സി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ എഫ്സി ഗോവ പഞ്ചാബ് എഫ്സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പരാജയത്തോടു കൂടി ഇപ്പോൾ ISL 11ാം സീസണിൽ നിന്നും പഞ്ചാബ് എഫ്സി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. എന്നതിനും ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുകൂലമായ ഒരു റിസൾട്ട് തന്നെയാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന് വിലങ്ങുതടിയാവാൻ പഞ്ചാബിന് കഴിയില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ 6ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റിക്ക് നിലവിൽ 32 പോയിന്റ് ഉണ്ട്. അടുത്ത 2 മത്സരങ്ങൾ പഞ്ചാബ് വിജയിച്ചാൽ പോലും അവർക്ക് ഇനി 30 പോയിന്റിലേക്ക് മാത്രമേ പരമാവധി എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്ക് 6ാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ്സി ISL 11ാം സീസണിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലും അവർ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരുന്നു. ഈ സീസണിലും അവരിപ്പോൾ പുറത്തായിരിക്കുകയാണ്. എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ 1ാം സ്ഥാനത്തുള്ളത്. മോഹൻ ബഗാന് ഇപ്പോൾ ഏകദേശം 52 പോയിന്റോളം ഉണ്ടെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 2ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ എഫ്സി ഗോവയുണ്ട്, അവർക്ക് 45 പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് ബംഗളൂരു ഉണ്ട് 37 പോയിന്റുമായി. അതുപോലെ തന്നെ 4ാം സ്ഥാനത്ത് ജംഷഡ്പൂർ ഉണ്ട്. അതുപോലെ തന്നെ 5ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണ്, നോർത്ത് ഈസ്റ്റിന് 32 പോയിന്റ് ഉണ്ട്. 6ാം സ്ഥാനത്തുള്ള മുംബൈക്ക് നിലവിലുള്ളത് 32 പോയിന്റാണ്. 7ാം സ്ഥാനത്താണ് ഒഡീഷ ഉള്ളത്, അവർക്ക് 29 പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ 8ാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളാണ്, 22 മത്സരങ്ങളിൽ നിന്നും 27 പോയിന്റ്. 9ാം സ്ഥാനത്താണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്, ബ്ലാസ്റ്റേഴ്സിനാവട്ടെ 21 മത്സരങ്ങളിൽ നിന്നും 24 പോയിന്റ് ഉണ്ട്. 10ാമതാണ് ചെന്നൈ, അതുപോലെ തന്നെ 11ാമത് റൗണ്ട് ക്ലാസ് പഞ്ചാബും, 12ാമത് ഹൈദരാബാദും, അതുപോലെ തന്നെ 13ാമത് മുഹമ്മദൻ സ്പോർട്ടിങ്ങുമാണ് നിലവിലുള്ളത്. ഇതിൽ ചെന്നൈയിൻ എഫ്സിയും അതുപോലെ തന്നെ പഞ്ചാബും ഹൈദരാബാദും മുഹമ്മദൻ സ്പോർട്ടിങ്ങും ഇപ്പോൾ ISL പ്ലേ ഓഫ് കാണാതെ നിലവിൽ പുറത്തായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, എഫ്സി ഗോവ, ബംഗളൂരു എഫ്സി, അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ്സി എന്നീ ടീമുകളാണ്. നോർത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ മുംബൈ, ഒഡീഷ, ഈസ്റ്റ് ബംഗാൾ, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടീമുകൾക്ക് ഇനിയും പ്ലേ ഓഫ് സാധ്യതകളുണ്ട്. എന്തായാലും ഇനി ഏകദേശം 4-5ഓളം ടീമുകളാണ് ഇനി 2 സ്പോട്ടിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ ആ സ്പോട്ട് കിട്ടുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.